ഇന്നത്തെ പ്രിപ്പറേഷൻ ഒരു ബീഫ് പെപ്പർ സ്റ്റിർ ഫ്രൈ ആണ്. ഇതൊരു ചൈനീസ് രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ ജെബി മാത്യു. ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്: ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ റെഡ് ആൻഡ് ഗ്രീൻ ഓരോന്ന് വീതം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവാള ഉള്ളി, അതുപോലെ ബീഫ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ഇതേപോലെ അരിയാൻ പാകത്തിന് എടുക്കുക. പെപ്പറും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പെപ്പർ, സോൾട്ട്, അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് സോയാ സോസ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. സോയാ സോസിൻ്റെ കൂടെ കോൺ സ്റ്റാർച്ചോ അല്ലെങ്കിൽ കോൺ പൗഡറോ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക. ജിഞ്ചറും ഗാർലിക്കും കൂടെ ചോപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓണിയൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സോ ദീസ് ആർ ഓൾ ദ തിങ്സ് വിച്ച് വി നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ. എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ പച്ചമുളകും. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ്സ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യണം. അതൊന്ന് ടെൻഡറായി വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ഓവറോൾ പ്രിപ്പറേഷൻ നമുക്കൊരു 30 മിനിറ്റ്സ് മതി. ഇത് ഒരു 10 മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു 20 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും. അത് ടെൻഡറായി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ല ഒരു ഡിഷാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓവറോൾ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാൻ. ഈ ബീഫ് ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ആവുന്നവരെ നമ്മളിത് കുക്ക് ചെയ്യണം. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിലാണ് ഇത് ശരിക്കും കുക്ക് ആവുന്നത്. ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗാർലിക്കും ജിഞ്ചറും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റിയാണിത്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടും. ഇതിലൂടെ നമുക്ക് സോയാ സോസ് ഇനി ആഡ് ചെയ്യാം.
സോയാ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഡിഷ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ട് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻസിലിടുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. I will be coming up with more videos. Stay tuned. Thank you for watching.